ഇത് ഞങ്ങളുടെ കുഞ്ചു, അച്ഛൻ്റെ അനീതിയുടെ മകളാ. ഹായ്, ഞാൻ ദിവ്യ പ്രകാശ്, ഫൈനൽ ഇയർ ബികോം. ദിവ്യ പ്രകാശ്, എന്താണ് നിങ്ങളുടെ ആംബിഷൻ? എനിക്ക് IIM MBA എടുത്തിട്ട് ഒരു ഇൻഡിപെൻഡന്റ് കമ്പനി തുടങ്ങണമെന്നാണ്. ആരാണ് ദിവ്യയുടെ ഇൻസ്പിറേഷൻ? എന്റെ പേരൻസ്. എന്റെ എല്ലാ ഡ്രീംസിനും അവർ ഫുൾ സപ്പോർട്ടാണ്. ദിവ്യക്ക് ഈ ലോകത്ത് എന്ത് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും? ലോകത്തിലെ ടോട്ടൽ വാക്ക് ഇൻ ലേബർ എടുത്താൽ 65% ചെയ്യുന്ന സ്ത്രീകളാണ്. പക്ഷെ ലോകത്തിലെ ടോട്ടൽ സ്വത്തുക്കൾ എടുത്താൽ 1% പോലും സ്ത്രീകൾക്കില്ല. അത് മാറണം. ഞാൻ സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങുമ്പോൾ കൂടുതൽ ജോലിയും സ്ത്രീകൾക്ക് കൊടുക്കും. ഈ ഗൾഫിലൊക്കെ പഠിച്ചു വളർന്ന മിക്ക പെൺകുട്ടികളുടെ അവസ്ഥ ഇതാണ്. ഇംഗ്ലീഷും മലയാളമൊക്കെ കൂട്ടിക്കുഴച്ച് 2 വാചകങ്ങൾ നീട്ടി പറഞ്ഞ ലോകം കീഴടക്കുന്നതാണ് വിചാരം. ഈ വീമ്പൊന്നും കേൾക്കണ്ട കേട്ടോ, ആളൊരു പാവം പൊട്ടിപ്പെണ്ണാണ്. ഇതിലൊന്നും പെടാത്തൊരു മൂന്നാമനുണ്ട്, അർജുൻ എന്ന അജു. പ്രതീക്ഷകളുടെ പൊല്ലാപ്പിന്നൊക്കെ പണ്ടേ രക്ഷപ്പെട്ടവൻ. ഞങ്ങൾ ഉത്തരങ്ങൾ പറഞ്ഞ് പഠിച്ചപ്പോൾ അവൻ ചോദ്യങ്ങൾ കണ്ടെത്തി. ഞങ്ങൾ കഷ്ടപ്പെട്ട് കിട്ടിയ സീറ്റ് മുറുകെ പിടിച്ചപ്പോൾ അവൻ ഉള്ളതും വലിച്ചെറിഞ്ഞ് ഒളിച്ചോടി. പല നഗരങ്ങളിലായി പല ജോലികളൊക്കെ ചെയ്ത് ചുരുക്കത്തിൽ പറഞ്ഞ ഒരു ന്യൂ ജനറേഷൻ നാടോടി. ഈ